ഇത്രയും മൃതദേഹങ്ങൾ നമ്മൾ കയറ്റി അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പിന്നിലൊരു വലിയൊരു എഫേർട്ടുണ്ട്. ഒരു മൃതശരീരം നമ്മൾ ഇവിടെ നിന്ന് കയറ്റി വിടുമ്പോൾ ഇവിടുത്തെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളുണ്ട്, പിന്നെ സാമ്പത്തികമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, നിയമപരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിന് പിന്നിലൊരു വലിയ എഫേർട്ട് തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ? ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആത്മഹത്യ അല്ലെങ്കിൽ ആത്മഹത്യ ആണെങ്കിൽ അതെന്താണ് പ്രൊസീജിയർ? പിന്നെ ആത്മഹത്യ അല്ലാതെ സ്വാഭാവികമായിട്ടുള്ള മരണമാണെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ വ്യത്യാസമുണ്ടോ? എന്താണ് യു എ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു പ്രയോറിറ്റിയാണ് ആത്മഹത്യ ചെയ്താലും അല്ലാണ്ട് വെച്ചാൽ എങ്ങനെയായാലും ഇവർക്ക് പിന്നെ ഹോസ്പിറ്റൽ വെച്ചാൽ പെട്ടെന്ന് ഫോറൻസിക് ഒഴിവാക്കി കിട്ടും, അല്ലാത്തതിനൊക്കെ ഫോറൻസിക് ചെയ്യും. പിന്നെ ഇവിടെ നോക്കുമ്പോൾ യു എ ലോകത്ത് തന്നെ ഒരു മാതൃകയാണ് യു എ. കാരണം ആദ്യമൊക്കെ ഞാനൊക്കെ ഇതിൽ ഇറങ്ങുമ്പോൾ 10 ദിവസം 15 ദിവസമായിരുന്നു ഒരു ബോഡി ഏറ്റിടാൻ. അങ്ങനെ ലോഡിയായി പിന്നെ പരിചയപ്പെടുമ്പോൾ ടോക്കൺ വരെ ഇതിനെടുക്കണ്ട. യു എ ഗവൺമെൻറ്റിൻ്റെ എവിടെ എടുക്കണ്ട, എന്തൊരു ഇതുണ്ടെങ്കിലും അപ്പം തന്നെ ചെയ്തു തരുന്നൊരു ഇതാണ്. പിന്നെ ഇവിടെ പോസ്റ്റ്മോർട്ടം പൈസൻ്റെ ഒരു സംവിധാനമില്ല. യു എ ഗവൺമെൻറ് ഒരു മരിച്ച ഒരാളിന് ഇന്ത്യക്കാരായാലും അമേരിക്കക്കാരും ഒക്കെ ഒരു നിയമമാണ്, ഒരാൾക്കൊരു വ്യത്യാസമൊന്നുമില്ല. ഒരു മയ്യത്തിനോടുള്ളൊരു പ്രാധാന്യം കൊടുക്കുക.